കൂട്ടുകാർക്ക് AMR ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് നേരെ വയനാട്ടിലെ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ വയനാട്ടിൽ വൈത്തിരി പാർക്ക് പറഞ്ഞ ഒരു പുതിയ പാർക്ക് ലോഞ്ച് ചെയ്യുന്ന ആ പാർക്കിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല രസകരമായ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോയി വന്നല്ലോ. നേരെ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അങ്ങനെ നമ്മളിത് ഓടി വരുന്ന നമ്മളെ ഈ ജീപ്പിലാട്ടോ. കുറച്ച് ഓഫ് റോഡ് കയറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ജീപ്പിൽ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ ജീപ്പിൽ കയറി നേരെ നമ്മൾ ആ പാർക്കിൻ്റെ അഡ്രസ് അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറിയിരിക്കുന്നു. ഞാൻ വൈഫ് മോളുണ്ട് കേട്ടോ. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, നമുക്ക് വൈത്തിരി പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഈ വയ്യാട്ടോ അങ്ങോട്ട് പോകേണ്ടി. നേരെ ഹൈവേ തന്നെയാണ്, കൽപ്പറ്റയിലേക്ക് പോണ ഹൈവേ തന്നെയാണ് കേട്ടോ വൈത്തിരി പാർക്ക്. അപ്പം നേരെ നമ്മൾ ജീപ്പിൽ കയറി ആ പാർക്കിൻ്റെ എൻട്രൻസിലേക്കാട്ടോ. അപ്പോൾ ജീപ്പ് നമുക്കിതാ കുറച്ച് ഈ കയറ്റം കൊണ്ട് കയറി ഈ റൈറ്റ് സൈഡിലൊക്കെ നിർത്തി ആ ജീപ്പ് എൻട്രൻസ് ഇവിടെ തരാം. ഇവിടെ നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യണം, നടക്കണം. ഒരു 200 മീറ്റർ നമ്മൾ നടന്ന് ഇതാകാതെ അത്യാവശ്യം ഗാന്ധി ഗ്രാമത്തിലെ കാഴ്ചകളും കുറേ ഷോപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വെള്ളം കുടിക്കാനും സൺഗ്ലാസും അതുപോലെ ടോയ്സും മാങ്ങ ഉപ്പിലിട്ടതും ഐസ്ക്രീമും അതുപോലെ നിരവധി കച്ചവടക്കാർ ടോയ്സ് ആയിട്ട് അങ്ങനെയൊക്കെ നിരവധി ഉണ്ടല്ലോ. ഇതിനൊക്കെ കണ്ട് നടന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, എൻട്രൻസ് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, നല്ല വൈത്തിരി പാർക്കിൻ്റെ കുറച്ച് അതിമനോഹരമായ രീതിയിൽ തന്നെ വാളിൽ ഓരോ ചിത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല രസം. അതിനൊരു പച്ച ഡാർക്ക് കളറും കൊടുത്ത് നല്ല ഭംഗി, പച്ചപ്പിൻ്റെ ഗ്രീൻ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നോക്കി അങ്ങോട്ടൊക്കെ ഓരോന്നിൽ നമുക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു കാഴ്ച തന്നെ കേട്ടോ. അപ്പം നേരെ ഞാൻ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് തപ്പി ഞാൻ യാത്ര നോക്കിയാൽ നല്ല കുട്ടികളൊക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് ടാങ്ക് ചെറുതായിട്ടുണ്ട്. പച്ചപ്പ് കാര്യങ്ങൾ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ സംഭവം. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുത്താലോ. ടിക്കറ്റിൻ്റെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ ടിക്കറ്റ് എൻട്രൻസിലൊക്കെ പോകുന്നത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഓഫീസിലാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ. അപ്പോൾ നേരെ ടിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴികളിലൊക്കെ ചെടിയിൽ നല്ല എന്താ പറയുക, പൂച്ചട്ടിയിൽ നല്ല ഓരോ ചെടികൾ നല്ല ഡിസൈനായിട്ട് വെച്ചിട്ട് നല്ലൊരു ഭംഗി കേട്ടോ. പിന്നെ മൊത്തത്തിലൊരു ഗ്രാഫിക്സാണ്. പിന്നെ എന്താ പറയുക, ഗേറ്റ് ആയാലും എൻട്രൻസ് ആയാലും ഒക്കെ ഒരു കളർഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ നേരെ നോക്കി കയറി വരുമ്പോൾ ഒരു ആനൻ്റെ പിക്കുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. ഞാനൊരു ശനിയാഴ്ച ആണ് അവിടെ ചെന്നത്. അപ്പോൾ അതിൻ്റെതായ ക്രൗഡ് നമുക്ക് കാണാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ 1, 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ടിക്കറ്റ് എത്ര രൂപ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ആ ടിക്കറ്റ് ഞാൻ എടുത്തു. ഒരാൾക്ക് എൻട്രൻസ് ഫീസ് 700 കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേമാതിരി ടാഗ് എന്ത് ചെയ്യും, നമുക്ക് കെട്ടിത്തരപ്പോൾ ബ്ലൂ ഉണ്ട്. അപ്പോൾ ഞാൻ എൻട്രൻസ് ടിക്കറ്റ് മാത്രം. അപ്പോൾ നമ്മൾ എൻട്രൻസ് ടിക്കറ്റിൽ 300ഉം അല്ലാത്തവർക്ക് എല്ലാ റൈഡിലും കയറാൻ 700 കേട്ടോ. അങ്ങനെ 2 ടൈപ്പ് ഫീ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, അങ്ങനെ സ്റ്റെപ്പ് കയറി ഓരോന്നുണ്ടോ കണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മുമ്പോട്ട് പോണ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഓരോ റൈഡിങ്ങിലും കയറി എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടോ, വലിയവർക്കും പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കും മിഡിൽ ആളുകൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഊഞ്ഞാലൊക്കെ വേറെ വൈബ്, അഡ്വഞ്ചർ വൈബ്. അങ്ങനെ നോക്കി കിടു വൈബ് തന്നെ പറയാം. അപ്പോൾ നിരവധി ചെറിയ പിള്ളേരായിക്കോട്ടെ, മിഡിൽ പിള്ളേരായിക്കോട്ടെ, വലിയ ആളുകളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, എല്ലാവർക്കും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ വൈത്തിരി പാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കിടിലം വൈബുള്ള ഒരേ ഒരു പാർക്കാണ് വൈത്തിരി പാർക്ക്. കാരണം റൈഡ് നോക്കി പലവിധ റൈഡുകളാണ്. അതാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല മോഡൽ, കറങ്ങൽ, തിരിയൽ, പൊങ്ങൽ, എല്ലാ തരത്തിലുള്ള വൈബും അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ സ്വിമ്മിങ് പൂള്, അതുപോലെ എന്താ പറയുക, ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഞങ്ങൾ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ. രാവിലെ 9 മണിക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ തകർത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ കിടു വൈബുള്ള സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക, തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. കിടു വൈബ് തന്നെ. അത്യാവശ്യം നല്ല കോടൊക്കെ ഇറങ്ങിയ ഫീലിംഗ് ആ ഒരു സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് കേട്ടോ. കിടു വൈബ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഇവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല കിടു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഓരോ റൈഡ് കണ്ട് നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയാലോ.
അങ്ങനെ റൈഡൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഫിഷ് മസാജിങ്ങിൽ എത്തിയിരിക്കണം. അപ്പോൾ കൊച്ചും വൈഫും അതാ ഫിഷ് മസാജിൽ ഇറങ്ങിയ കാഴ്ചയായിട്ട് കിട്ടും. ഒരു മസാജിങ് തന്നെ കേട്ടോ. ഫിഷ് നമുക്കൊരു കുറച്ച് സമയം കിട്ടും. അപ്പോൾ ഒരാൾക്ക് ഇവിടെ എന്താ പറയുക ചാർജ് എന്ന് പറയുന്നത് 150 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് 2 പേർക്ക് 150 ആക്കി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. കിട്ടും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിഷ് മസാജും കഴിഞ്ഞ് നേരെ എന്തോ റൈഡിലൊക്കെ ഇറങ്ങി. നമുക്ക് ഇങ്ങോട്ട് നടക്കുന്ന അങ്ങനെ നമ്മൾ റൈഡൊക്കെ ഇറങ്ങി തിരിച്ച് കാറിലെത്തിയവിടെ കിടും മഴ. ഒന്നും പറയാനില്ല കേട്ടോ. മുമ്പോട്ട് ഒരു തുള്ളി പോലും കാണാൻ പറ്റാത്ത അതിമനോഹരമായ കോടയും മഴയുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായെങ്കിൽ നമ്മളങ്ങനെ പതിയെ എന്ത് ചെയ്ത് നമ്മൾ മുമ്പോട്ടുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ നീങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്. കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ എൻ്റെ ബെല്ലൈക്കൺ അടിച്ചങ്ങ് പിടിച്ച് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കിടുക്കിടുക്ക ചെടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.